പക്ഷെ ഇങ്ങനത്തെ ഒന്നും വേണ്ട. ഞാൻ യൂട്യൂബ് പഠിക്കും, എനിക്ക് ഏണിങ്സ് വരാനായിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മളിപ്പോ ഒരുവിധം പ്രായത്തിൽ കഴിഞ്ഞ 30 വയസ്സായി വിചാരിച്ചു ഇനി ഒന്നും കാട്ടില്ല, വെറുതെ ഇരുന്നിട്ട്. പക്ഷെ ഞാൻ എൻ്റെ ഈ 35 വയസ്സായാലും ഞാൻ ഇതിന് ഇറങ്ങാറുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാക്കുന്നത് അറിയാം, നമ്മൾക്ക് പ്രായമൊന്നുമില്ല, കുറേ ഓപ്പർച്യൂണിറ്റീസ്. ഈ ചെറിയ ഈ ഒരു പരിപാടിക്ക് നിങ്ങൾ വന്നില്ലേ, നിങ്ങൾ പത്രത്തിലോ ഇൻസ്റ്റയിലോ ഒക്കെ അങ്ങനെ അതേപോലത്തെ പോസ്റ്ററാണ്. നമ്മൾ വെറുതെ കരുത്, അത് എവിടെയാണെങ്കിലും നിങ്ങൾ പോകണം. ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പേരിന് കൊടുക്കുന്നേക്കാരം കിട്ടുമ്പോൾ എന്താ ഇന്ത്യയിൽ കിട്ടിയില്ല നിങ്ങൾ ചിന്തിച്ചിരുന്നത്. എന്താ വെച്ചാൽ നമ്മള് ഒരു മത്സരം നടക്കുമ്പോൾ നമ്മള് കൊണ്ടുവന്ന് വെച്ച ആ ഒരു സാധനത്തിന്റെ ആ ഭംഗിയായി അത് നോക്കും. കണ്ടാണ്ട് കൊതിയോടെ തിന്നാള് അതൊന്നും നോക്കും. പിന്നെ ഒന്ന് നോക്കുക ടേസ്റ്റാണ്. ടേസ്റ്റിനെ ഏറ്റവും നോക്കണ്ട. പിന്നെ നോക്കും അതിൽ ഇതിന്റെ ചേർത്ത ഇൻഗ്രീഡിയൻസിന്റെ ഇത്. നമുക്ക് ശരീരത്തിന് ദോഷമുള്ള സാധനങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ ചേർക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എപ്പോഴും നമ്മൾ സാധാ നമ്മൾക്ക് ദോഷമില്ലാത്ത സാധനങ്ങൾ ചേർത്തിട്ട് നമ്മള് ഇനിയിപ്പോൾ എവിടെ മത്സരത്തിന് പോവുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ കൊണ്ടുവന്നു കേക്ക് ആയിക്കോട്ടെ, പായസം ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ എന്തെങ്കിലും കൂളയാണ്. അപ്പോൾ പെട്ടെന്ന് ഓടാ അതേമാതിരി കപ്പ ബിരിയാണി ഇതൊക്കെ. പക്ഷെ വേറെ കാര്യമില്ല, അപ്പോൾ നമ്മളെന്തേ ഇന്നോവേറ്റീവായി ചിന്തിച്ചിട്ട് പുതിയ സാധനങ്ങൾ ഇപ്പം നിങ്ങൾ പുതിയതായി ഉണ്ടാക്കി കൊടുക്കില്ല, അങ്ങനത്തെ അവിടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ചാൻസ് അവിടെ കൂടുതലേക്കാണ്. അതായത് പിന്നെ പറഞ്ഞാൽ എല്ലാ മത്സരത്തിൽ പോയാലും കിട്ടണമെന്നില്ല. ഞാനും കുറേ മത്സരത്തിന് പോയി കിട്ടാറുണ്ട്. ചില മത്സരത്തിന് ഫസ്റ്റ് തന്നെ വാങ്ങിപ്പോരും. പക്ഷെ നമ്മൾ ഒരു വട്ടം പോയാല് 2 വട്ടം പോലെ നിർത്തരുത്, പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിപ്പോ ആ വേദി കാരണം നമ്മളെ ഫസ്റ്റ് കിട്ടാനുള്ള വേദി. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, വലിയ ഫ്രണ്ടാ, ഇവിടെ കുറെ മത്സരത്തിന് പോകുന്നു. ഞാൻ മത്സരത്തിന് പോയി എനിക്ക് പ്രൈസ് ഒക്കെ അടിച്ച് ഞാൻ പോരും. അപ്പോഴും ഓളെ മനസ്സിലുണ്ടാവും ഇപ്രാവശ്യം കിട്ടിയില്ലേ, എന്താ എനിക്ക് എന്താ കിട്ടാ ഇങ്ങനെ. അങ്ങനെ കഴിഞ്ഞൊരു മലയാള മനോരമന്റെ ക്ലാസ് മാക്കിന്റെ മത്സരം ഉണ്ട്. ഓളിനോട് ചുറ്റി എന്താ ഞാൻ എന്തുണ്ടാക്കി കൊണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ കിട്ടൂല. അന്ന് ഓള് സാധാരണ നമ്മളെ പൂവപ്പൊടി ഇല്ലേ, പൂവപ്പൊടി വിരകിച്ച് കുറുക്കി പാലിൽ കുറുക്കിച്ച് ചിക്കൻ വേവിച്ചിട്ടിട്ട് ആരോ സക്കോറ എന്ന പേരിട്ടുണ്ട്. ആ ഒരു സാധനം കൊടുത്തിട്ട് 45 ഐറ്റംസ് മാറി നിന്ന് ഫസ്റ്റ് കഴിച്ചു 10,000. അപ്പൊ അത്രയും മത്സരത്തിൽ ഓള് പങ്കെടുത്തിട്ടും ഓള് ബിരിയാണി മത്സരത്തിന് പോയിട്ടുണ്ട്, സ്നാക്ക് മത്സരത്തിന് ഇതിന്റെ ഒപ്പം പോന്നിട്ടുണ്ട്. ഒരുപാട് നാളോട് തളർന്നിട്ടില്ല. അപ്പോൾ ഓള് വിചാരിച്ചു എനിക്കൊരു ദിവസം ഉണ്ടാവും. അതേമാതിരി ഇത് ചെറിയൊരു വേദിയാണ്, ഇന്നിപ്പോ വരാത്ത ആൾക്കാരില്ലേ, ഇത് നഷ്ടം തന്നെയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് വേറെ ആൾക്ക് നമ്മൾക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൈവട കാണല്ലേ, എന്നെ കൊണ്ട് ഇത് പറ്റും, ഇത് ആ വാളുണ്ടാക്കി ഇത് ടേസ്റ്റ് അല്ലേ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കി നാളെ നിങ്ങളോട് ചോദിക്കണിച്ച് അത് എനിക്ക് ഉണ്ടാക്കി തരടി പൈസക്ക് വിചാരിച്ചാൽ അതൊരു വരുമാന മാർഗമാണ്. ഞാൻ അപ്പം എൻ്റെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നും കൂടി ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടില് എന്താ ഫുഡ് എനിക്ക് ഇന്ന് ഓർഡർ കിട്ടിയത് നെയ്പത്തലും എള്ളി ചിക്കൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ആ സാധനം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അതൊരു കിലോ 450 നെയ്പത്തലുണ്ട്, 25 നെയ്പത്തലും 1 കിലോ ചിക്കൻ എള്ളി ചിക്കൻ തന്നെ ആയിട്ടും ഉണ്ടാക്കി ആ വീട്ടിൽ കൊണ്ടുകൊടുത്തിട്ടാണ് ഞാൻ ഈ മാറ്റി പോരുന്നത്. 25 നെയ്പത്തലിന് എന്താ റേറ്റ്? ഞാൻ ഒരു നെയ്പത്തലിന് 11-12 റുപ്യ തൊഴിലാഴ്ച അടുത്ത വീട്ടിലായതുകൊണ്ട് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് ഉണ്ടാക്കി കൊടുത്ത് സാധാരണ കുയിനെ പോലത്തെ കട്ടിലായില്ല അരി അരച്ചിട്ടുണ്ടാക്കാം. ഇന്ന് എനിക്ക് രാവിലെ 12 മണിക്ക് കിട്ടിയ ഓർഡറാണ്. ഞാൻ റവി കുട്ടി തേങ്ങയും ചെറിയ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് അപ്പൊ പൊരിച്ചെടുത്തു. നമുക്ക് ടേസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ചാക്കരി ഇതാക്കി ഉണ്ടാക്കലുണ്ട്, ചാക്കരി ഇതാക്കി അതിന് അതിന്റെ കുതിർത്തെടുക്കണം. അതിനുള്ള നേരമൊന്നുമില്ല. രാത്രി 12 മണിക്ക് എന്നാല് എനിക്ക് 3 മണിക്ക് ഉണ്ടാക്കി തരുന്ന വെച്ചുമ്പോ നമുക്ക് അതേ നടക്കുള്ളൂ. ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടു, അതിക്ക് 1 കപ്പ് അരിപ്പൊടി ആണെങ്കിൽ 1/4 കപ്പ് റവി കൊടുക്കും, തേങ്ങ ചിരകിടും. ടേസ്റ്റ് വരെ മറ്റേ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും, സോഫ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞേ ഞാന് ഇന്നെ കൊണ്ട് കഴിയൂലെന്ന് വിചാരിച്ചാൽ നിന്നോട്ടുന്നേ. ഞാൻ വീട്ടിലിപ്പോ ഞാൻ 15 കിലോ ബിരിയാണി വെച്ചു കൊടുക്കും, 1 കിലോ തൊട്ട് ഞാൻ അത്രയും വെച്ചു കൊടുക്കും. അപ്പൊ നമ്മൾക്ക് നമ്മളെ കയ്യില് ഒരു 5-10 റുപ്യ ഇഷ്ടം ഒരു സംഗതി ശരിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതാണ് ഉണ്ടാക്കുക, അതിന് സന്തോഷാണ്. അതിനൊരു സാധനം വാങ്ങി വെക്കുക, അതിന് സന്തോഷം വർഷത്തുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഏത് സാധനം ആയിക്കോട്ടെ നിങ്ങൾ വെച്ചാൽ ഇറച്ചി മൂളി ഉണ്ടാക്കി തരുക വെച്ചാലോ അതിനും പൈസ കിട്ടും. പുറത്തെ റേറ്റ് ചോദിച്ചു വെക്കുക, ഹോംമെയ്ഡ് ആകുമ്പോൾ കുറച്ചും കൂടി കൂട്ടിയിരിക്കാം. നമ്മള് പുറത്തത്തെ പൈസ ഒന്നല്ല, നമ്മള് വീട്ടിൽ ഉണ്ടാക്കണേ നമ്മൾക്ക് കെമിക്കൽ ഇറക്കുന്നില്ല, നമ്മള് നല്ല വൃത്തിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് റേറ്റ് കൂട്ടും, അല്ലാതെ നമ്മള് ഇതാക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു പെട്ടി ഫുൾ ബ്രോസ്റ്റ് കൊടുക്കാൻ 480 ആണ്.
പുറത്ത് കിട്ടും 390 ഒക്കെ കിട്ടും. പക്ഷെ നമ്മൾ ഹോം മെയ്ഡ് ആകുമ്പോൾ അതിന് ഒരു ബാർഗെയിൻ ചെയ്യില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങും. ഒരട്ടം കഴിച്ച ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെയും വരും. ഞാൻ പറഞ്ഞതാ നമ്മൾ ഇതൊക്കെ സാധനം ഉണ്ടാക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും. പല മാർഗങ്ങളും ഇപ്പോഴുണ്ട്. നമ്മൾ പരസ്യം ചിലപ്പോൾ അയൽക്കൂട്ടത്തിൽ തന്നെ കൊടുക്കുക, നിങ്ങളെ കൂട്ടായ്മയും കൊടുക്കുക, വാങ്ങാൻ ഞാനുണ്ടാവും. അപ്പൊ നമ്മൾ വെറുതെ കിട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ചെറിയൊരു പരിപാടിയാണെങ്കിലും നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നില്ല, വലിയ സന്തോഷം, നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ അപ്പൊ 10 സെക്കൻഡിലും തേടുന്നൊക്കെ പറയുമ്പോൾ പറയാൻ മാറുന്നു. പക്ഷെ എന്നാലും നിങ്ങൾ ഞാൻ അടുത്തൊരു വേദി ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ പോകണം കേട്ടോ. ഇനി ഞാൻ പറയാ, ഇന്നത്തെ ചെറിയ വേദിയാണെങ്കിൽ വലിയ വേദികളെ കൂടെ കാത്തിട്ടുണ്ട്. മലയാള മനോരമ വെക്കലുണ്ട്, മാധ്യമം വെക്കലുണ്ട്, വനിതാ മാസിക വെക്കലുണ്ട്. ഞാൻ ഇപ്രാവശ്യം വനിതയിൽ മത്സരിച്ചാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു പണ്ടൊക്കെ വനിത വാങ്ങുമ്പോ ഈ ഒരു സാധനത്തേക്ക് ഞാൻ എങ്ങനെ പോവാന്ന്. വനിത വാങ്ങലുണ്ട്, വായിക്കലുണ്ട്. ഈ ഒരു പേജ് മറിച്ചുമ്പോ എനിക്കൊരു സാധാരണ സങ്കടം, എങ്ങനെ പോവാൻ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ. ഒന്നിന്റെ കിട്ടാൻ സമ്മതിക്കൂലേന്. പിന്നെ ഞാൻ ഇപ്രാവശ്യം മനസ്സിലായി എനിക്ക് അവിടെ എത്താൻ കഴിയുന്ന അതിന്റെ മേലേക്ക് എത്തിക്കൂടെയെന്ന്. അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച എല്ലാം പറ്റും. ഈ സാധനങ്ങൾ സെയിൽ ചെയ്യാനോ അതേപോലെ തന്നെ പല അതുണ്ട്, അടുത്ത ആൾക്കാർക്ക് കൊടുക്കാം. ഇനിയിപ്പോ പോസ്റ്റ് ഇട്ടാലും കിട്ടും, ഒക്കെ കിട്ടും. നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തുണ്ടാക്കിയോ അത് വാങ്ങാനും ആൾക്കാരുണ്ടാവും. നമ്മളെ വീട്ടിൽ നിൽക്കുന്ന നമുക്ക് കഴിവില്ല വെച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പല കഴിവും പഠിച്ചു. സ്റ്റിച്ച് ചെയ്യാൻ കഴിവുണ്ടാവും ഓരോരുത്തർക്ക്, പാചകം ചെയ്യാൻ കഴിയും. ഇനിയിപ്പോ ഒന്നും വേണ്ട, സമൂസ ഉണ്ടാക്കിയോ നിങ്ങള് നോമ്പിന്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ സമൂസയും ഉന്നക്കായൊക്കെ ആൾക്കാരാണ്. ഞാൻ ചേച്ചിൻ്റെ ആരും വാങ്ങും. ആ സമൂസയും ഉന്നക്കായ ഈ പ്രാവശ്യം റംസാൻ വിറ്റ് ഞാൻ ലൈസൻസ് ഇട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷെ അൽഹംദുലില്ലാ നമ്മള് ഇറങ്ങിയാലേ എല്ലാവരും വാങ്ങാണ്ടാവും. ഇതേപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. വെറുതെ കരുത്, എല്ലാവരും വരിക. ഇങ്ങനത്തെ പരിപാടി ഉണ്ടാവും. ചെറിയ പരിപാടിയല്ലേ, ചെറിയ പരിപാടിക്കേക്കാരം നമുക്ക് ആദ്യകാരം നമ്മളെ വൈത്തിരിവ് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാരും നല്ല ഉഷാറാണ്. പിന്നെയും മുന്നോട്ട് നല്ല രീതിയിൽ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാ. ഹയറായ രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. എനിക്ക് ഇത്ര ഉള്ളു പറയാന്. ജഡ്ജ്മെന്റ് പൂർത്തിയാക്കി അവര് വരും കേട്ടോ.